എവരിവൺ, ആദംശ്രീ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലവും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളും എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. തൂക്കുപാലത്തിലേക്ക് കയറുന്നതിന് മുൻപായി തന്നെ ഒരേ സമയം 25 പേർ മാത്രമേ കയറാവൂ എന്ന വാണിംഗ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം 20ഓളം പേർ മാത്രമേ പാലത്തിലുള്ളൂ എന്ന് ഉറപ്പാക്കിയ ശേഷം ഞാൻ അങ്ങനെ ഭീമാകാരനായ തരുണത്തിലേക്ക് പ്രവേശിച്ചു. ഉയരക്കൂടുതൽ ഭയമുള്ളവർക്ക് ആദ്യം കയറുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ നടത്തത്തിനേക്കാൾ ഉപരി മറ്റുള്ളവർ നടന്നു പോകുമ്പോൾ പാലം നന്നായി കുലുങ്ങുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. കൈവരികൾ പാലത്തിന് ഇരുവശവുമായി നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പാലം അനങ്ങുമ്പോൾ ഭയം തോന്നുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. തൂണുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ചങ്ങലകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പാലമായതിനാലാണ് ഈ പാലത്തിനെ തൂക്കുപാലം എന്ന് വിളിക്കുന്നത്. പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ താഴെ ഇറങ്ങി അവിടെയുള്ള ഒരു കടയുടെ ഇരിപ്പിടത്തിലിരുന്ന് വിശ്രമിക്കുകയാണ് കേട്ടോ ഞാൻ. പക്ഷേ വെള്ളത്തിൽ കൈയും കാലും ഇട്ട് അടിക്കാനായിട്ട് പിരിവിരിക്കുന്നതിനാൽ ഞാൻ വേഗത്തിൽ അവിടെ ഇരുന്നുള്ള വിശ്രമം അവസാനിപ്പിച്ചു. ഈ കാണുന്ന ജലാശയത്തിൽ 200 മീറ്റർ ഉയരത്തിലായ കേട്ടോ പാലം സ്ഥാപിച്ചിരിക്കുന്നത്. 185 മീറ്ററാണ് പാലത്തിൻ്റെ നീളം. 2012 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഇവിടെ സമീപത്തായുള്ള കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപാറയിൽ നിന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള നടപ്പാലമാണിത്. അപ്പോഴാണ് അങ്ങ് ദൂരെ പെരിയാറിന് കുറുകെ എന്തോ കിടക്കുന്നതായുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടത്. പിന്നെ അതെന്തെന്നറിയാനുള്ള ഒരു ഓട്ടമായി. തൂക്കുപാലം കാണാൻ വരുന്നവർക്ക് നദിയുടെ ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങാനായി ഇവിടെ പടവുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പെരിയാറിൽ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ മുകൾ ഭാഗത്തായാണ് ഈ തൂക്കുപാലം. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഡാമിൻ്റെ ഷട്ടറുകൾ അടയ്ക്കുന്നതോടെ രൂപപ്പെടുന്ന നിരവധി ചെറു തടാകങ്ങൾ ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഇനി ഞാനെൻ്റെ പതിവ് കലാപരിപാടികളിലേക്ക് കടക്കട്ടെ. നദിയിൽ കാലിറക്കി പെരിയാറിലെ വെള്ളം കൈകളിലെടുത്ത് ഇങ്ങനെ തത്തിക്കളിച്ച് ഈ കാനന ഭംഗി ആസ്വദിച്ച് എത്ര സമയം പോയി എന്ന് എനിക്കറിയില്ല. പടവുകളിലൂടെയുള്ള ഓട്ടമായി, തീരത്തെ മണലിൽ കാൽപാദത്തിൻ്റെ മുദ്ര പതിപ്പിക്കുകയായി, വെള്ളത്തിൽ നിന്നുള്ള എക്കോ ശബ്ദം കേൾക്കുകയായി, അങ്ങനെ തൊട്ടടുത്ത സിറ്റിയായ കോതമംഗലത്ത് നിന്ന് 15 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തട്ടേക്കാടിനും ഭൂതത്താൻകെട്ടിനും ഏറെ അകലെയല്ല ഇവിടം. വിശാലമായ പാർക്കിംഗ് ഏരിയ നമുക്കിവിടെ സൗജന്യമായി ലഭ്യമാണ്. അടുത്ത റെസ്റ്റോറൻറ്റുകൾ ലഭ്യമല്ല. ഇതുപോലുള്ള ലഘു ഭക്ഷണ വിൽപ്പനക്കാരും ഐസ്ക്രീം വിൽപ്പനക്കാരുമാണ് ഉള്ളത്. ഞാനതിൽ ഒരു ചെറിയ ടീ ഷോപ്പിൽ കയറി നല്ല ചൂടുള്ള പരിപ്പുവടയും കട്ടൻ ചായയും ഓർഡർ ചെയ്തു. ഇങ്ങനെ ഭീമൻ തൂക്കുപാലത്തിൻ്റെയും ജലാശയത്തിൻ്റെയും കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം ഒരു ചെറു ചായ കുടിക്കുമ്പോൾ എന്താ വൈബ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒത്തിരി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെയും ഫോട്ടോഗ്രാഫി എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. തൂക്കുപാലത്തിന് എതിർവശം ചുരുക്കി പറഞ്ഞാൽ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് തന്നെ നമുക്ക് ഈ പുൽമേടുകളിൽ നിന്ന് ആസ്വദിക്കാനാകും. പ്രകൃതി ഭംഗിയും തൂക്കുപാലത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും വളരെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് ഇഞ്ചത്തൊട്ടിയെ ഫോട്ടോഗ്രാഫർമാരുടെ പ്രിയ കേന്ദ്രമാക്കി മാറ്റിയത്. ധാരാളം പേർ അപ്പോൾ തന്നെ പുൽമേട് കൈയടക്കിയിരുന്നു കേട്ടോ. വ്ലോഗ് ചെയ്യുന്നവർ, ബൈക്കിൻ്റെ റീൽസ് എടുക്കുന്ന ചെറുപ്പക്കാർ, യാതൊരു തടസ്സമില്ലാതെ ഓടി നടക്കുന്ന കുട്ടികൾ, അങ്ങനെ കുറേ ബട്ടർഫ്ലൈസ് ഇതാ ഇങ്ങനെ നമ്മെ ഉരസിക്കൊണ്ട് പറക്കുന്നു ഈ പച്ച പർവ്വതാനി വിരിച്ച പുൽമൈതാനത്ത്. അത് എന്തൊരു മനമയക്കുന്ന കാഴ്ചയാണെന്നോ. ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ ഇഞ്ചത്തൊട്ടിയിലേക്ക് വരുന്ന വഴികളും തണൽ വിരിച്ച് നിൽക്കുന്ന മരങ്ങളാലും പച്ചപ്പിനാലും തന്നെ ഒന്ന് ആസ്വദിക്കേണ്ട ട്രിപ്പാണ്. ബൈക്കേഴ്സാണ് കൂടുതലായും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലുള്ളവർക്ക് സുഖമായി ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്ത് പോകാൻ വാല്യുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ പ്ലാസ്റ്റിക് വേസ്റ്റസ് വലിച്ചെറിയാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരവാദിത്ത ടൂറിസം എന്നാൽ അതും കൂടിയാണല്ലോ. ഈ പുൽമേടിന് ഒരു വശത്തോട് ചേർന്നുള്ള ഒരു നീരൊഴുക്കാണ് ഇത്. നല്ല തെളിനീര് പോലത്തെ വെള്ളം. ഞാനിതാ അതൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാമേ. മാലിന്യമില്ലാത്ത കാട്ടരുവി പോലത്തെ നീരൊഴുക്കുകൾ ഈ കാലത്തിന് ലഭ്യമാണല്ലേ. ഇഞ്ചത്തൊട്ടിയിൽ കണ്ടെത്തിയിരുന്ന മുനിയറകൾ പുരാതന കാലത്തും ഇവിടെ ഒരു ജനസമൂഹം നിലനിന്നിരുന്നതായി സൂചിപ്പിക്കുന്നു. ഈ നീർച്ചാൽ കടന്നു വേണം നമുക്ക് പുൽമേടിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുവാൻ. ഒഴുക്ക് കുറവായതിനാൽ യാതൊരു പ്രയാസവും അതിനില്ലായിരുന്നു കേട്ടോ. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒഴിവു സമയം ആസ്വദിക്കാനാണോ നിങ്ങൾക്കിഷ്ടം? എന്നാൽ ഒട്ടും വൈകിക്കേണ്ട, നേരെ ഇഞ്ചത്തൊട്ടിയിലേക്ക് വിട്ടോളൂ. അലസമായി ഒഴുകുന്ന പെരിയാർ, തണൽ വിരിച്ചു നിൽക്കുന്ന പച്ചപ്പ്, മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, പുഴയുടെ ഇരുവരെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം. ഇതുപോലുള്ള മറ്റു വീഡിയോസുമായി നമ്മൾ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ബായ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.